VHP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജി തമ്പി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിജി തമ്പി, ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിലൊരു ഹിന്ദു വിരുദ്ധ സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഹൈന്ദവ സംഘടനകൾക്കൊന്നും തന്നെ അതിലേക്ക് ക്ഷണമില്ല. ഇപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ അതിലെ മുഖ്യ അതിഥിയായി എത്തുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള MK സ്റ്റാലിനാണ്. നമസ്കാരം, സ്വാമി ശരണം. ഇത് അയ്യപ്പ ഭക്ത സംഗമമല്ല. സർക്കാർ പോലും പറയുന്നില്ല അയ്യപ്പ ഭക്ത സംഗമമാണ്. ആഗോള അയ്യപ്പ സംഗമമാണ്. ഭക്തിയില്ല അവിടെ. ഞാൻ ചോദിക്കട്ടെ, ഈ കേരള സർക്കാരിന്റെ ഏതെങ്കിലും മന്ത്രിമാർക്ക് ഭക്തിയുണ്ടോ? ഇനി അഥവാ ഭക്തി ഉണ്ടെങ്കിൽ ഭക്തി ഉണ്ടെന്ന് അവർക്ക് പറയാൻ പറ്റുമോ? അവർ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിലുള്ളവരാണ്. അപ്പൊ ആ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അവർ ഭക്തിയുള്ളവരല്ല, അവര് എന്താ പറയാ, നിരീശ്വരവാദികളാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെ ഭക്തി വരും? അതുകൊണ്ടാണ് ഭക്ത സംഗമം എന്ന് വയ്ക്കാത്തത്. ഇപ്പോ ഈ സനാതന ധർമ്മത്തെ നശിപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്ത തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനമാണ് ഭക്തിയും ഈശ്വരീയതയും. ആ ഈശ്വരീയതയും ഭക്തിയും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സ്റ്റാലിൻ എന്നൊരു വ്യക്തി വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിന്റെ പൂർണ്ണമാവും. അപ്പൊ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ബിന്ദു അമ്മണിയും കനകദുർഗയും ജഹന ഫാത്തിമയും കൂടെ പങ്കെടുപ്പിച്ചാൽ ഇത് എല്ലാ രീതിയിലും ഗംഭീരമാവും. കാര്യം ഇത് ഒരു കാരണവശാലും ഇതിനകത്ത് ഭക്തിയില്ല. ഇതിൽ ഭക്തരാരും പങ്കെടുക്കരുത്, അയ്യപ്പ വിശ്വാസികൾ പങ്കെടുക്കരുത്. ഇത് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹത്തിന് പകരം അയ്യപ്പ സ്വാമിയുടെ കോപമാണ് ഇതിലൂടെ ലഭിക്കാൻ പോകുന്നത്. കാര്യം പ്രത്യേകിച്ചും പമ്പ നദിക്കരയിൽ, പമ്പയുടെ തീരം എന്ന് പറയുന്നത്, ശബരിമലയുടെ പമ്പ എന്ന് പറയുന്നത് ശബരിമലയിലേക്കുള്ള പ്രവേശന കവാടമാണ്. പമ്പ ഗണപതി കുടികൊള്ളുന്ന സ്ഥലമാണ്. മാത്രമല്ല, ആ പമ്പ നദിയുടെ കടവിലാണ് അയ്യപ്പ സ്വാമിയെ എല്ലാ വർഷവും ഉത്സവം കഴിഞ്ഞ് ആറാട്ട് നടത്തുന്നത്. ഈ ആറാട്ട് നടത്തുന്ന പവിത്രമായ സ്ഥലത്ത്, ആ പമ്പാ നദിക്കരയിൽ, ആ മണൽപ്പുറത്ത് ഇങ്ങനൊരു സംഗമം നടത്തുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഈശ്വരീയ വിരുദ്ധമാണ്, അയ്യപ്പ വിരുദ്ധമാണ്, അയ്യപ്പ കോപത്തിനിടയാക്കുന്നത്. പണ്ടറിയാമല്ലോ നമുക്ക് എവിടെയാണ് ഇത് തുടങ്ങിയെന്നുള്ളത്. ഇവിടുത്തെ പ്രളയമായാലും എന്താ കാര്യങ്ങളും തുടങ്ങിയത് പമ്പയിൽ പോലും അപ്പുറത്ത് കിടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നില്ലേ? അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ അതെല്ലാം തുടക്കം എന്തായിരുന്നു? ഈ പറഞ്ഞ ഈ സ്ത്രീ പ്രവേശന വിഷയത്തിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അയ്യപ്പ സ്വാമിയെ സംബന്ധിച്ചോളം ശബരിമല ധർമ്മശാസ്താവ് എന്ന് പറയുന്നത് കേരളത്തിന്റെ അല്ല, നമ്മുടെ തെക്കേ ഇന്ത്യയുടെ മൊത്തം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഭരദേവതയാണ്. കേരളത്തിന്റെ പ്രത്യേകിച്ചും ഭരദേവതയാണ്. കാരണം ഈ കലിയുഗത്തിൽ ജന്മമെടുത്ത ഒരേ ഒരു ഈശ്വരീയ ചൈതന്യമാണ് സാക്ഷാൽ അയ്യപ്പസ്വാമി. ഈ കലിയുഗത്തിൽ ഇനിയൊരു ഈശ്വരീയത ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല. കാര്യം ഈ കലിയുഗത്തിൽ ഇതിനു മുമ്പ് മറ്റൊരു ഈശ്വര അവതാരം ഉണ്ടായിട്ടില്ല. ഒരേ ഒരു അവതാരം ഉണ്ടായത് അയ്യപ്പസ്വാമിയാണ്. ധർമ്മശാസ്താവിന്റെ മനുഷ്യാവതാരമായ അയ്യപ്പസ്വാമിയാണ്. ആ അയ്യപ്പസ്വാമി സമാധി കൊള്ളുന്ന അല്ലെങ്കിൽ ജീവസമാധി പ്രാപിച്ച സ്ഥലമാണ് ശബരിമല. അവിടുത്തെ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ അയ്യപ്പസ്വാമി വിലയം പ്രാപിച്ച അത്ര പുണ്യ പുരാണ പവിത്രമായ സ്ഥലമാണ് ശബരിമല. ആ ശബരിമലയെ ഏതെല്ലാം രീതിയിൽ നശിപ്പിക്കാം, അവിടുത്തെ ചൈതന്യത്തെ നശിപ്പിക്കാം, അവിടുത്തെ ഭക്തർക്ക് ഉപദ്രവം ഉണ്ടാക്കാം, ആ ക്ഷേത്രത്തെ മൊത്തത്തിൽ എങ്ങനെയെല്ലാം നമുക്ക് നശിപ്പിച്ചു കളയാമെന്ന് വളരെ വലിയ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് നമുക്കിവിടെ കേരളത്തിൽ നമുക്കുണ്ടായിരിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ ഓരോ ഹിന്ദുവിന്റെയും മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഓരോ ഹിന്ദുവിന്റെയും ഒരു ഗതികേടാണ് ഇവന്മാരെ ചുമക്കുക എന്നുള്ളത്. ഈ ഭരണകൂടത്തിന്റെ കൃത്യമായ അജണ്ടയാണ് ഈ ദേവസ്വം ബോർഡിലൂടെ അവർ നടപ്പാക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊരു ഭക്തസംഗമം നടക്കുമ്പോൾ ആരെയാണ് വിളിക്കേണ്ടത്? യഥാർത്ഥ ഭക്തരെയല്ലേ അവിടെ വിളിക്കേണ്ടത്? അവിടുത്തെ യഥാർത്ഥ അയ്യപ്പ സേവ സമാജം ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളെയല്ലേ അവിടെ വിളിക്കേണ്ടത്? അതിന് പകരം MK സ്റ്റാലിനെ പോലൊരു വിരുദ്ധനെ, ഒരു ഈശ്വരീയ വിരുദ്ധനെ അല്ലെങ്കിൽ ഒരു സനാതന ധർമ്മ വിരുദ്ധനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇത് നശിപ്പിക്കാൻ, ഇത് ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കാനുള്ള ഒരു നിഗൂഢ ശ്രമമാണ്. പാവപ്പെട്ട കേരളത്തിന് പുറത്തുള്ള അയ്യപ്പന്മാരെ ഇവിടത്തേക്ക് ആകർഷിച്ച്, അവർക്കറിയില്ലല്ലോ ഇവിടുത്തെ സത്യങ്ങളെല്ലാം, അവരിൽ നിന്ന് പണം പിടുങ്ങാനുള്ള സർക്കാരിന്റെ ഒരു ഉഡായിപ്പ് പരിപാടിയാണ് ഈ അയ്യപ്പ സംഗമം. ഇതിൽ ആരും പങ്കെടുക്കരുത്. യഥാർത്ഥ അയ്യപ്പ ഭക്തരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ത സംഘടനകളോ അല്ലെങ്കിൽ യഥാർത്ഥ സമുദായ സംഘടനകളെ എനിക്ക് തോന്നുന്നു ഭീഷണിപ്പെടുത്തിയായിരിക്കും NSSനെയും NSNDPയെയും അവരുടെ പ്രധാന നേതാക്കൾ പങ്കെടുത്തില്ല. അവരുടെ പ്രതിനിധികൾ ഈ ആലോചനാ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ ഇതിൽ അവരും പങ്കെടുക്കില്ല. കാരണം പ്രധാനപ്പെട്ട ആൾക്കാർ എന്തായാലും പങ്കെടുക്കില്ല. അതുപോലെ തന്ത്രി കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ശബരിമല മുൻ മേൽശാന്തിമാരോ പന്തളം കൊട്ടാരമോ തിരുവിതാംകൂർ കൊട്ടാരമോ ഒരു അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാൾ പോലും ഇതിൽ പങ്കെടുക്കരുത്. മാത്രമല്ല, ശബരിമലയിലെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തിൽപ്പെട്ടവർ ഇതിൽ പങ്കെടുക്കരുത്. തീർച്ചയായിട്ടും ഇത് അയ്യപ്പ വിരുദ്ധ സമ്മേളനമാണ്, അയ്യപ്പ ഭക്ത സമ്മേളനമല്ല, അയ്യപ്പ വിരുദ്ധ സമ്മേളനമാണെന്ന്
എല്ലാവരും തിരിച്ചറിയുക, ആരും ഇതിൽ പങ്കെടുക്കാതിരിക്കുക. എന്തായാലും ഇത് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നതിലെ ഒരു ഉറപ്പാണ്. കാരണം വാസവനെ പോലെ ഒരു അയ്യപ്പ വിരുദ്ധനായ, ഒരു ഈശ്വരീയ വിരുദ്ധനായ ഒരു നിരീശ്വരവാദിയാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്. അയാൾക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ദേവസ്വം മന്ത്രിയായിട്ടിരിക്കാൻ പോലും യോഗ്യതയില്ല, ഒരു ഭക്തിയില്ലാത്ത. നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ മകരവിളക്ക് സമയത്ത് അയാൾ ശബരിമലയെ കാട്ടിക്കൂട്ടിയത്. ഇങ്ങനെ ഒരു വ്യക്തി വിളിക്കുന്ന ഈ സംഗമത്തിൽ ഒരു ഭക്തനും പങ്കെടുക്കരുതെന്നാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ പേരിലും നമ്മുടെ എല്ലാ ഹൈന്ദവ സംഘടനകളുടെ പേരിലും ഞാനിപ്പോൾ പറയുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ. വളരെയധികം നന്ദി ശ്രീ വിജി തമ്പി അവസരത്തിൽ പ്രതികരിച്ചത്. എന്തായാലും അയ്യപ്പൻ്റെ പേരിൽ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു സംസ്ഥാന സർക്കാർ ഹിന്ദു വിരുദ്ധ സമ്മേളനം തന്നെ നടത്താൻ ഒരുങ്ങുകയാണ്.